വേറെ ആരും പൊതിച്ചോറ് തരണ്ടെന്നൊന്നുമല്ല. അവിടെ സ്ഥലം കയ്യേറിയതിനെ കുറിച്ചിട്ടാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. അതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ വരുത്തി. പക്ഷേ ഏതായാലും ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തുകയാണ്. ഒരു 1-2 മാസത്തിനുള്ളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ അവിടെ നിന്ന് ആരംഭിക്കാൻ പോവുക. എങ്ങനെയുണ്ട് നോക്കട്ടെ, പരീക്ഷണമാക്കാം. അത് ബാക്കി സ്ഥലത്ത് വേണം വേണ്ടതൊക്കെ പിന്നെ നമുക്ക് ആലോചിക്കാം. ഏതായാലും അവിടെ നിന്ന് പ്രഖ്യാപിച്ചതാണല്ലോ ആലപ്പുഴയിൽ. അതുകൊണ്ട് അവിടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ 2 മാസം എടുക്കില്ല, 1 മാസം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ മിനിമം ഒരു കൊല്ലം മുന്നോട്ട് പോകണം. അതിൻ്റെ ഇതനുസരിച്ച് 2 മാസം അല്ലേ, 2 മാസം 2 മാസം നമുക്ക് തുടങ്ങുമ്പോൾ ഹൈ സ്പീഡിൽ മുന്നോട്ട് പോകണം. തുടങ്ങിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്പം മാധ്യമക്കാരൊക്കെ അതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങും. അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും. നല്ല കുഴപ്പമില്ല. കാരണം അവരും കൂടെ വിമർശനം വേണം, എങ്കിലല്ലേ നമ്മൾ വിജയൻ്റെ ആവുള്ളൂ. അല്ലാതെ ആരും ഒന്നും പറഞ്ഞില്ല, എല്ലാവരും നല്ല വാക്ക് മാത്രം പറഞ്ഞാൽ നമ്മളും അതിൻ്റെ അനുസരിച്ച് ഒരു സ്ലോ ഇതിലേക്ക് പോകും. പക്ഷേ അതല്ല, വിമർശനം വേണം. അതുകൊണ്ട് തന്നെ 2 മാസത്തിനുള്ളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ പരീക്ഷണ അടിസ്ഥാനത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. അതുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും സഹകരിക്കണം. ഇത് നാടിൻ്റെ ആവശ്യമാണ്, അതല്ലാതെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമല്ല. സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾക്ക് ആഗ്രഹം ഉണ്ടാവണം, ജനമത്തെ നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ MLA പ്രത്യേകിച്ച് മുൻകൈ എടുത്ത് അത് എപ്പോഴും എന്നോട് കാണുമ്പോൾ ഹരിപ്പാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണ് പറയാറുള്ളത്. അപ്പോൾ അത് പ്രാവർത്തികമാക്കേണ്ട ചുമതല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ക്യാബിനറ്റ് തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ 2 മെഡിക്കൽ കോളേജുകളുടെയും വികസന കാര്യങ്ങളിൽ തീരുമാനമെടുത്തത്. ബഡ്ജറ്റിലും ഒരു കാര്യമായി സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും ഉണ്ട്. ഇവർ ബാക്കിയുള്ള ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കുക. രമേശ് ആണെങ്കിൽ എന്താണെങ്കിലും 2 ദിവസം കൂടുമ്പോൾ വരും, അദ്ദേഹത്തിനോട് പറയുക. ഞാൻ യോഗം വിളിക്കേണ്ട സമയമാണെങ്കിൽ ഞാൻ തന്നെ യോഗം വിളിക്കാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ സർക്കാരിൻ്റെ പകുതി എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം.